സൈമൺ, നിങ്ങൾ 3 ബാച്ചുകളായി പിരിക്കുക. എന്നിട്ട് ഇതിൽ തന്നെ പതുങ്ങിയിരിക്കുക. എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയിൽ കയറി ആക്രമിക്കുക. ഒരൊറ്റവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഗോ. യെസ് സർ. ദേവദാസ്, ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി. മിടുക്കനാണെന്ന് പറയാ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ? എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് അങ്ങനെയാണ്. കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇത് എന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, ലീവിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നെപ്പോഴും അതല്ലേ മിസ്റ്റർ ദേവദാസ്? നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാൾ 1000 മടങ്ങ് പാവമാണ് ഞാൻ. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട്. ഇനി നിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം. എന്തിനാ മിസ്റ്റർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത്? സ്നേഹമോ? ആരെമ്മിൽ? എന്നെ തെളിവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും. സ്നേഹിക്കുന്നവന് ചങ്ക് വരച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി. എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം. എവിടേക്കാ? ജയിലിലേക്ക്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പുലിയെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും.
ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കോ. സാർ സാർ മുമ്പിൽ സാർ. മുമ്പിൽ അവിടെ. ആ സാർ വീടെത്തി. ആ ആരാന്നാ ചോദിച്ചേ? ഞാനാ കുട്ടനാ സാർ. ഏത് കുട്ടൻ? ഇനി വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്ക് താൻ പോയി കിടന്നു. സാർ, അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്ക് എന്ത് പറ്റി? 6 ദിവസമായി സാർ ഞാൻ പുറത്ത് നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തന്നെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നു. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയില് അവിടെ.
അടുക്കളയിലോ? പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. ഞാന് ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളിൽ പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്. സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ.